ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് അഞ്ചുതെങ്ങ് കലാപത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ മെയിൻ കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് മാത്രമേ ഉള്ളൂ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നടന്ന വർഷം ഏതാണെന്നാണ്. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ഇനി ഈ കലാപത്തിൻ്റെ പ്രത്യേകത എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഫസ്റ്റ് കലാപമാണ് എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കുരുമുളകാണ്. എങ്ങനെയാണ് കുരുമുളക് പ്രധാന കാരണമാവുന്നത്? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ടയിൽ ഈ ഒരു ആയുധങ്ങൾ സൂക്ഷിക്കാനായിട്ടൊരു ഡിപ്പോ ഉണ്ടല്ലോ, ഡിപ്പോ പണിതു. ആ ഡിപ്പോ പണിതപ്പോൾ അതിൽ രോഷം കൊണ്ട ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രക്ഷോഭവും ഈ ഒരു അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണമായി. രണ്ട് കാരണങ്ങളുണ്ട്. പിന്നെ അടുത്തത്, ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം എന്ന് പറയുന്നത് 1695 കോട്ട പണി കഴിപ്പിച്ചത്. 1695 കോട്ട പണി കഴിപ്പിച്ചത്. ഇനി ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ, അഥവാ തിരുവനന്തപുരത്ത്, അഞ്ചുതെങ്ങ് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ്. ആ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി എന്ന് പറയുന്നത് ആരാണ്? ഉമയമ്മ റാണിയാണ്. ഓക്കെ, ഉമയമ്മ റാണി. അപ്പോൾ നമ്മുടെ ക്യാപ്സ്യൂൾ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഉമയമ്മ റാണി അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ റാണി എന്നാണ്. ഓക്കെ.